ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള എഡ്യൂക്കേഷൻ ആക്ട്സ് ആൻഡ് റൂൾസ് അതിൻ്റെ 9ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 6 ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ചാപ്റ്റർ 6 പൂർത്തിയായിട്ടില്ലായിരുന്നു. ഇന്ന് നമ്മളതിൻ്റെ റൂൾ 11 മുതലാണ് ആ ചാപ്റ്ററിലെ ബാക്കി ഭാഗങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ എൻ്റെ കേരള സർവീസ് റൂൾസിൻ്റെ ക്ലാസ്സുകൾ, കേരള ട്രഷറി കോഡിൻ്റെ ക്ലാസ്സുകൾ, കേരള അക്കൗണ്ട് കോഡിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ കേരള ഫൈനാൻഷ്യൽ കോഡിൻ്റെ ക്ലാസ്സുകൾ ഇതൊക്കെ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഇനി ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ലിങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പരമാവധി വിളി ഒഴിവാക്കുക, മെസ്സേജുകൾ അയയ്ക്കുക. റൂൾ 11 കണ്ടീഷൻസ് ഓഫ് അഡ്മിഷൻ. അതായത് ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നതിനുള്ള കണ്ടീഷൻസാണ് നമ്മളിവിടെ പറയുന്നത്. അതിലൊന്നാമത് വരുന്നത്, no people shall be refused admission to any school on the ground of caste, community or religion. ഒരു കുട്ടിയെയും അവൻ്റെ അല്ലെങ്കിൽ അയാളുടെ സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ സ്കൂളുകളിൽ ചേർക്കാതിരിക്കാൻ പാടില്ല. അപ്പോൾ ആരെങ്കിലും അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ ഇത്തരം കണ്ടീഷൻസ് വെച്ചുകൊണ്ട് അയാളെ മടക്കി അയക്കാൻ പാടില്ല എന്നർത്ഥം. രണ്ടാമത്തേത്, നോ പീപ്പിൾ ഹൂ ഹാസ് ബിൻ ഡിസ്മിസ്ഡ് ഫ്രം എനി സ്കൂൾ ഷാൽ ബി അഡ്മിറ്റഡ് ടു എനി അതർ സ്കൂൾ വിതൗട്ട് ദ സാങ്ഷൻ ഓഫ് ദ ഡയറക്ടർ. അതായത് ഒരു കുട്ടിയെ ഏതെങ്കിലും സ്കൂളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ മറ്റൊരു സ്കൂളിൽ നമ്മുടെ ഡയറക്ടറുടെ പ്രത്യേക അനുമതി ഇല്ലാതെ അഡ്മിഷൻ കൊടുക്കാൻ പാടില്ല. അതായത് ഒരു സ്കൂളിൽ നിന്ന് പറഞ്ഞയച്ച കുട്ടിയെ മറ്റൊരു സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കണമെങ്കിൽ പ്രത്യേക അനുമതി വേണമെന്നർത്ഥം. No people who has been convicted by a court for more than 2 months imprisonment shall be admitted to any school without the sanction of the government. അപ്പോൾ ഇതും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഇനി ഏതെങ്കിലും കോടതികൾ 2 മാസത്തിലധികം ശിക്ഷ കൊടുത്തിട്ടുള്ള ഒരു കുട്ടിയെ സ്കൂളുകളിൽ സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയില്ലാതെ അഡ്മിഷൻ കൊടുക്കാൻ പാടില്ല. ഇനി റൂൾ 12 അഡ്മിഷൻ ഓഫ് ബോയ്സ് ഇൻ ടു ഗേൾസ് സ്കൂൾ. നമുക്കറിയാം ചില ഗേൾസ് സ്കൂളുകളുണ്ട്, അതുപോലെ ബോയ്സ് സ്കൂളുകളുണ്ട്. ഓൾ പ്രൈമറി സ്കൂൾസ് ഷാൽ ബി ഡീംഡ് ടു ബി മിക്സ്ഡ് സ്കൂൾസ് ആൻഡ് അഡ്മിഷൻ ഷാൽ ബി ഓപ്പൺ ടു ബോയ്സ് ആൻഡ് ഗേൾസ്. ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിലും, അതായത് ചില ബോയ്സ് സ്കൂളുകളുണ്ട്, അതുപോലെ ചില ഗേൾസ് സ്കൂളുകളുണ്ട്. ഇങ്ങനെ ഇത് നിലനിൽക്കുന്നുണ്ടെങ്കിലും അവിടെ തന്നെ അവരുടെ പ്രൈമറി സെക്ഷൻസ് എപ്പോഴും മിക്സഡ് ആയിരിക്കും. എന്നിട്ട് അവിടെ ബോയ്സും ഗേൾസും ഉണ്ടാവും. ദർ മേ ബി എക്സെപ്ഷൻസ്. എന്നിരുന്നാലും ചില സ്കൂളുകളിൽ, ചില ഗേൾസ് സ്കൂളുകളിൽ പ്രൈമറി സെക്ഷനിലും ബോയ്സിനെ അഡ്മിറ്റ് ചെയ്യാത്തുണ്ട്. അതുപോലെ ചില ബോയ്സ് സ്കൂളിൽ പ്രൈമറി സെക്ഷനിലും ഗേൾസിനെ അഡ്മിറ്റ് ചെയ്യാത്തതുണ്ട്. അതാണ് ദർ മേ ബി എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞത്. അഡ്മിഷൻ ടു സെക്കൻഡറി സ്കൂൾസ് വിച്ച് ആർ സ്പെസിഫിക്കലി റെക്കഗ്നൈസ്ഡ് ആസ് ഗേൾസ് സ്കൂൾ ഷാൽ ബി റെസ്ട്രിക്റ്റഡ് ടു ഗേൾസ് ഓൺലി. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഗേൾസിന്, പെൺകുട്ടികൾക്ക് മാത്രമുള്ള സെക്കൻഡറി സ്കൂളുകളിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബോയ്സിന് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഗേൾസിന് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ടാവും. However, with a special permission, boys below the age of 12 may be admitted to girls' school if no other schools are available in that locality and vice versa. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ഗേൾസ് സ്കൂളിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്കൂളുകളിൽ എന്നിരുന്നാലും 12 വയസ്സ് താഴെയുള്ള ചില ബോയ്സിന് അഡ്മിഷൻ കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞ ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഇപ്പോൾ ആ ലൊക്കാലിറ്റിയിൽ ചിലപ്പോൾ മറ്റു സ്കൂളുകളൊന്നുമില്ല, അല്ലെങ്കിൽ ചില സ്പെഷ്യൽ കേസസിൽ അങ്ങനെ അനുവദിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ബോയ്സ് സ്കൂളിൽ ഗേൾസിനെയും അനുവദിക്കാറുണ്ട്. Rule 13, all cases of admission of pupils not covered by or requiring exemption from any rules shall be referred to director. ഇനി ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമത്തിൽ ഒരു വിട്ടുവീഴ്ച വേണമെങ്കിൽ അത്തരം കേസുകളൊക്കെ ഡയറക്ടറാണ് അതിൻ്റെ ഫൈനൽ ഡിസിഷൻ പറയുന്നത്. Rule 14, no people shall be allowed to attend school pending formal admission like production of transfer certificate. നമുക്കറിയാം സ്കൂളിൻ്റെ അഡ്മിഷനുകളിൽ ഈ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ്. അപ്പോൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അഡ്മിഷൻ പെൻഡിങ് ആക്കി വെച്ചിരിക്കുന്ന കുട്ടികളെ നോർമലി സ്കൂളുകളിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ അവർ അറ്റൻഡ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പെൻഡിങ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എന്താണോ അത് കൊടുത്ത് അഡ്മിഷൻ വളരെ കറക്റ്റ് ആക്കേണ്ടതാണ്. സ്റ്റുഡൻസ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് സ്റ്റേറ്റ് may allow 10 days of time after reopening of school in such cases. അപ്പോൾ TC പെൻഡിങ് ആയിട്ടുള്ള കേസിൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് കുട്ടി പഠിക്കാൻ വരുന്നിരിക്കുന്നതെങ്കിൽ അവർക്ക് ഒരു 10 ദിവസത്തെ സമയം വരെ കൊടുക്കും. റൂൾ നമ്പർ 15, റിമൂവൽ ഓഫ് പീപ്പിൾസ് ഫ്രം ദ റോൾസ്. ഒരു കുട്ടിയെ റോൾസിൽ നിന്ന്, കുട്ടിയുടെ റോളിൽ നിന്ന് എങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് കുട്ടികളുടെ പേര് നീക്കം ചെയ്യുന്നത്.
എ പീപ്പിൾ ഷാൽ ബി റിമൂവ് ഫ്രം ദ റോൾസ് ഇഫ് ഹി ഹാസ് പാസ് ഹയസ്റ്റ് ക്ലാസ് ഇൻ ദ സ്കൂൾ. അതാണ് ഫസ്റ്റ് കേസ്. ഒരു കുട്ടി ഇപ്പോൾ ആ സ്കൂളിലെ ഹയസ്റ്റ് ക്ലാസ് കഴിയും, ഇപ്പോൾ 10ാം ക്ലാസ് വരെയുള്ള സ്കൂളിലാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ അവൻ്റെ പേര് റോളിൽ നിന്ന് നീക്കം ചെയ്യും. രണ്ടാമത്തെ കേസ്, ഹീസ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഹാസ് ബിൻ ഇഷ്യൂഡ്. അദ്ദേഹത്തിന് ആ കുട്ടിക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്ക് TC ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ റോളിൽ നിന്ന് നീക്കം ചെയ്യും. മൂന്നാമത്തേത്, ഹി ഹാസ് ബീൻ ആബ്സെൻറ്റ് വിതൗട്ട് ലീവ് ഫോർ 15 വർക്കിംഗ് ഡേയ്സ് കോൺസിക്യൂട്ടീവ്ലി ഓർ ഹാസ് ബീൻ കണ്ടിന്യൂസ്ലി ആബ്സെൻറ്റ് ഫോർ 5 വർക്കിംഗ് ഡേയ്സ് ഫ്രം ദ റീഓപ്പണിംഗ് ഡേ. ഒന്നുകിൽ ആ കുട്ടി 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കാതെ സ്കൂളിൽ വരാതിരിക്കുക. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ അദ്ദേഹത്തെ റോളിൽ നിന്ന് നീക്കം ചെയ്യും. അതല്ലെങ്കിൽ സ്കൂൾ റീഓപ്പൺ ചെയ്തിട്ട് 5 കണ്ടിന്യൂസ് വർക്കിംഗ് ഡേയ്സ് സ്കൂളിൽ വരാതിരിക്കുക. അത്തരം സന്ദർഭങ്ങളിലും റോളിൽ നീക്കം ചെയ്യും. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇപ്പോൾ അത് 5 ദിവസമൊക്കെ ആവണതിന് മുമ്പ് തന്നെ ക്ലാസ് ഇൻചാർജ് അത് ശ്രദ്ധിക്കും. കുട്ടിയെ മിക്കവാറും വീട്ടിൽ ബന്ധപ്പെടും, എന്താ വരാത്തതെന്നൊക്കെ അന്വേഷിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഇൻ സച്ച് കേസസ് ദ ക്ലാസ് ഇൻചാർജ് ഷുഡ് റിപ്പോർട്ട് ദ സെയിം ടു ഹെഡ് മാസ്റ്റർ. അപ്പോൾ ഇത്തരം ആബ്സെൻറ്റീസിനെയൊക്കെ തുടക്കത്തിൽ തന്നെ ക്ലാസ് ഇൻചാർജ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് HMനോട് പറഞ്ഞ് അതിന് വേണ്ട പരിഹാരങ്ങൾ നടപ്പിലാക്കും. അതുപോലെ മറ്റൊരു കണ്ടീഷനാണ്, ഹി ഹാസ് ഡിഫോൾട്ടഡ് പേയ്മെൻറ്റ് ഓഫ് ഫീ ആൻഡ് ഓൺ ദാറ്റ് അക്കൗണ്ട് ഹാസ് ബിൻ ആബ്സെൻറ്റ് ഫോർ 15 വർക്കിംഗ് ഡേയ്സ് കണ്ടിന്യൂസ്ലി. ചില കുട്ടികൾ സ്കൂളിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഫീസുകൾ അടയ്ക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഫീസ് അടയ്ക്കാതിരിക്കുമ്പോൾ കുട്ടികൾ പിന്നെ സ്കൂളിൽ കണ്ടിന്യൂസ് ആയിട്ട് വരാതിരിക്കും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലും അവർ 15 ദിവസം കഴിയുമ്പോൾ റോളിൽ നിന്ന് നീക്കം ചെയ്യും. മറ്റൊന്ന്, ഹി ഹാസ് ബീൻ സസ്പെൻഡഡ് ഫ്രം ദ സ്കൂൾ ഫോർ മോർ ദാൻ 15 വർക്കിംഗ് ഡേയ്സ്. 15 പ്രവൃത്തി ദിനങ്ങളിലധികം ഒരു കുട്ടിയെ സസ്പെൻഡ് ചെയ്യുക. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അയാളെ റോളിൽ നിന്ന് നീക്കം ചെയ്യും. മറ്റൊന്ന്, ഹി ഹാസ് ബീൻ ഡിസ്മിസ്ഡ് ഫ്രം ദ സ്കൂൾ. ഇപ്പോൾ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുക, എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് കുട്ടികളെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലും അയാളെ റോളിൽ നിന്ന് നീക്കം ചെയ്യും. ഹി ഹാസ് ബീൻ കൺവിക്റ്റഡ് ബൈ എ കോർട്ട് ഓഫ് ലോ ഫോർ മോർ ദാൻ 2 months ഇംപ്രിസൺമെൻറ്റ്. ഒരു കുട്ടിക്ക് 2 മാസത്തിലധികം ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കോടതികൾ അയാളെ റോളിൽ നിന്ന് നീക്കം ചെയ്യും. ഹി ഹാസ് ബീൻ വൺസ് പ്രസൻറ്റഡ് ഫോർ എ പബ്ലിക് എക്സാമിനേഷൻ. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഏതെങ്കിലും ഒരു പബ്ലിക് എക്സാം വരുന്നത് നമുക്കറിയാം 10th-ലാണ്. അപ്പോൾ പബ്ലിക് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി ജയിച്ചാലും തോറ്റാലും അവിടെ നിന്ന് നീക്കം ചെയ്യും. അടുത്ത കണ്ടീഷൻ, ഹി ഹാസ് ഓൺ റീ അഡ്മിഷൻ ടു സ്റ്റാൻഡേർഡ് 10 സെക്യൂർഡ് ദ മിനിമം അറ്റൻഡൻസ് ടു അറ്റൻഡ് ദ പബ്ലിക് എക്സാം. അതായത് ചില കുട്ടികളെ ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് റീ അഡ്മിഷൻ എടുക്കും. അപ്പോൾ അവർക്ക് മിനിമം അറ്റൻഡൻസ് കിട്ടി കഴിഞ്ഞു, പിന്നെ പബ്ലിക് എക്സാമിനേഷനിൽ മിനിമം അറ്റൻഡൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ റോളിൽ നിന്ന് നീക്കം ചെയ്യും. പിന്നെ അവർ എക്സാമിനേഷൻ വന്നാൽ മതി എന്നർത്ഥം. എക്സെപ്റ്റ് ST സ്റ്റുഡൻസ് റീ അഡ്മിറ്റഡ് ടു സ്റ്റാൻഡേർഡ് 10. ST സ്റ്റുഡൻസിൻ്റെ കേസിൽ അവർക്ക് ചില എക്സെപ്ഷൻസ് ഈ കേസിലുമുണ്ട്. ഇനി നമുക്കതിൽ കാണാനുള്ള റൂൾ 16 ആണ്. റൂൾ 16 പറയുന്നത് റീ അഡ്മിഷൻ ഓഫ് റിമൂവ്ഡ് പീപ്പിൾസ്. ഒരു കുട്ടിയെ നമ്മൾ നേരത്തെ നീക്കം ചെയ്യാനുള്ള കണ്ടീഷൻസ് കണ്ടു. അങ്ങനെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അവരെ റീ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. എ പീപ്പിൾ ഹു ഹാസ് ബീൻ റിമൂവ്ഡ് ഫ്രം ദ റോൾസ് ബട്ട് TC ഹാസ് നോട്ട് ബീൻ ഇഷ്യൂഡ്. ഒരു കുട്ടിയെ റോളിൽ നിന്ന് നീക്കം ചെയ്തു, പക്ഷേ അദ്ദേഹത്തിൻ്റെ TC ഇഷ്യൂ ചെയ്തിട്ടില്ല. May on application presented by the guardian in the form of application for admission be readmitted to the class in which he was studying at the time of his removal. ഒരു കുട്ടിയെ നീക്കം ചെയ്യുമ്പോൾ അവൻ ഏത് ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത് ആ ക്ലാസ്സിലേക്ക് അയാളെ റീഅഡ്മിറ്റ് ചെയ്യും. അതിന് കണ്ടീഷൻ്റെ TC ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവരുത്. അപ്പോൾ അയാളുടെ പാരൻ്റ് അല്ലെങ്കിൽ അയാളുടെ ഗാർഡിയൻ വന്ന് അതിനെ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ റീഅഡ്മിറ്റ് ചെയ്യാം. Provided that all dues to the school are paid and the readmission takes place during the same school year or the next school year. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് അദ്ദേഹം സ്കൂളിലേക്ക് കൊടുക്കാനുള്ളതായിട്ടുള്ള ഫീസുകളെല്ലാം അടച്ചിട്ടുണ്ടാവണം. അതുപോലെ സെയിം സ്കൂൾ ഇയറിൽ അദ്ദേഹം വരണം. അതല്ലെങ്കിൽ തൊട്ടടുത്ത അക്കാഡമിക് ഇയർ. അതിനപ്പുറത്തേക്ക് പോയാൽ അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ മാറും. Sanction of the educational officer is required if the readmission is after next school year. അപ്പോൾ ഒരു വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൺസേൺഡ് എഡ്യൂക്കേഷണൽ ഓഫീസറുടെ സ്പെഷ്യൽ സാങ്ഷനൊക്കെ റീഅഡ്മിഷന് വേണ്ടി വരും. ദീസ് പീപ്പിൾസ് വിൽ നോട്ട് ബി കൗണ്ടഡ് ഫോർ സ്ട്രെങ്ത് വെരിഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ റീഅഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ ഒരിക്കലും സ്കൂളിലെ സ്ട്രെങ്ത് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യില്ല. എ സ്റ്റുഡൻറ്റ് ഹു ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ നാഷണൽ സ്കൂൾ ഗെയിംസ് ആൻഡ് സ്പോർട്സ് മീറ്റ് ആൻഡ് വൺ ഫസ്റ്റ് ടു തേർഡ് പ്ലേസസ് മേ ബി റീഅഡ്മിറ്റഡ് ടു സ്റ്റാൻഡേർഡ് 10. സ്റ്റാൻഡേർഡ് 10ലേക്ക് റീഅഡ്മിഷനുള്ള ഒരു പ്രത്യേക കണ്ടീഷനാണ്. അതായത് സ്പോർട്സ് താരങ്ങൾ, കായിക താരങ്ങൾ അവർ നാഷണൽ സ്കൂൾ ഗെയിംസിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ മാത്രമല്ല അവർ 1 മുതൽ 3 വരെയുള്ള സ്ഥാനങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ 10ാം ക്ലാസ്സിലേക്ക് റീഅഡ്മിറ്റ് ചെയ്യാവുന്നതാണ്. സച്ച് കാൻഡിഡേറ്റ്സ് വിൽ ബി റീഅഡ്മിറ്റഡ് ഓൺലി ഫോർ 2 consecutive സ്കൂൾ ഇയേഴ്സ്. നമ്മൾ കായിക താരങ്ങളുടെ കേസിലാണ് പറഞ്ഞത്. നാഷണൽ സ്കൂൾ ഗെയിംസിൽ അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുത്ത കുട്ടികളെ അങ്ങനെ റീഅഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരെ അടുത്ത 2
തുടർച്ചയായ 2 വർഷത്തേക്ക് മാത്രമാണ് അതങ്ങനെ അനുവദിക്കുകയുള്ളൂ. റൂൾ 17 ഇഷ്യൂ ഓഫ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. ടി സി കൊടുക്കാനുള്ള ചില കണ്ടീഷൻസാണ് ഇനി കാണാൻ പോകുന്നത്. ടി സി ഇൻ ഫോം 5 മേ ബി ഇഷ്യൂഡ് ബൈ ദ ഹെഡ് മാസ്റ്റർ ഓൺ എനി ഡേ ഡ്യൂറിംഗ് ദ സമ്മർ വെക്കേഷൻ ആൻഡ് ഫോർ സഫീഷ്യൻറ്റ് റീസൺസ് അറ്റ് അതർ ടൈംസ്. നോർമലി കുട്ടികൾക്കൊക്കെ ടി സി കൊടുക്കുന്നത് സമ്മർ വെക്കേഷനിലാണ്. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ 10th എക്സാംസ് ഒക്കെ എഴുതിയിരിക്കുന്ന കുട്ടികൾ, അപ്പോൾ അവർക്ക് ടി സി കൊടുക്കുന്നത് സമ്മർ വെക്കേഷനിലായിരിക്കും. ബട്ട് ടി സി മേ ബി ഇഷ്യൂഡ് ബൈ ദ ഹെഡ് മാസ്റ്റർ അറ്റ് എനി ടൈം ടു പീപ്പിൾസ് ഹു ഹാവ് അപ്പിയർഡ് ഫോർ എ പബ്ലിക് എക്സാമിനേഷൻ. പബ്ലിക് എക്സാം എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക് HMന് എപ്പോൾ വേണമെങ്കിലും ടി സി കൊടുക്കാമെന്നർത്ഥം. നോ ടി സി ഷാൽ ബി ഇഷ്യൂഡ് ടു എ പീപ്പിൾ ഫ്രം ഹൂം ദർ ആർ എനി ഡ്യൂസ് ടു ദ സ്കൂൾ. അപ്പോൾ ടി സി ലഭിക്കണമെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഫീസിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഖ്യകൾ, ഏതെങ്കിലും തുകകൾ, എന്തെങ്കിലും പൈസകൾ സ്കൂളിലേക്ക് അടയ്ക്കാനുണ്ടെങ്കിൽ അതൊക്കെ അടച്ചാൽ മാത്രമേ ടി സി ലഭിക്കുകയുള്ളൂ. ഇഫ് എ പീപ്പിൾ ഹു ഹാസ് ബിൻ റിമൂവ്ഡ് ഫ്രം ദ റോൾസ് ഓഫ് എ സ്കൂൾ ഈസ് ഓവർ 20 years of age, no TC shall be issued to him from that school for admission to any other school unless previous sanction is obtained. 20 വയസ്സ് ഏജ് ഒരു കുട്ടിക്ക് ഒരു സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി മറ്റൊരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല. അത്തരം കുട്ടികൾക്ക് ടി സി ഇഷ്യൂ ചെയ്യുകയില്ല. അതല്ലെങ്കിൽ കൺസേൺഡ് എഡ്യൂക്കേഷണൽ ഓഫീസറുടെ പ്രത്യേക ഉത്തരവ് അതിന് ആവശ്യമാണ്. ബട്ട് എ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ഫോം 5A മേ ബി ഇഷ്യൂഡ്. അപ്പോൾ അത്തരം 20 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ കേസിൽ അവർക്കൊരു സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് കൊടുക്കുന്നത്. അത് ഫോം 5Aയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ 2 ഫോംസ് കണ്ടു, ഫോം 5 അതുപോലെ ഫോം 5A. ഇതൊക്കെ ഒത്തിരി വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്നു. പ്രധാനപ്പെട്ട സെഗ്മെൻറ്റ്സ് ആണ് ഇതൊക്കെ. റൂൾ 18 ടി സി ഓഫ് റിമൂവ്ഡ് പീപ്പിൾസ്. റിമൂവ്ഡ് പീപ്പിൾസിന് എങ്ങനെയാണ് ടി സി കൊടുക്കുന്നത്? ടി സി ഓഫ് എ സസ്പെൻഡഡ് സ്റ്റുഡൻറ്റ് മേ നോട്ട് ബി ഇഷ്യൂ ഡ്യൂറിംഗ് ദ സസ്പെൻഷൻ പീരീഡ്. അത് ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. ഒരു കുട്ടിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന പീരീഡിൽ അല്ലെങ്കിൽ അവൻ്റെ സസ്പെൻഷൻ പീരീഡിൽ അയാൾക്ക് ടി സി കൊടുക്കത്തില്ല. The TC of a people whose guardian changes their place of residence may be issued by the headmaster at any time of the year on application of the guardian. അതായത് ഒരു കുട്ടിയുടെ രക്ഷിതാവിൻ്റെ ഇപ്പോൾ താമസ സ്ഥലം മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ കുട്ടിയെ സ്കൂളിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും അവർക്ക്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ആ കുട്ടിക്ക് ടി സി വാങ്ങാം. അതിന് ആ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ HMന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ അതിന് പ്രത്യേകിച്ച് സമയവും കാലവും ഒന്നുമില്ല. അത് ഗാർഡിയൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അപ്പോൾ തന്നെ അല്ലെങ്കിൽ ഏത് സമയത്തും HMന് ടി സി കൊടുക്കാവുന്നതാണ്. ഇൻ സർട്ടൻ കേസസ് ടി സി ഈസ് ഇഷ്യൂഡ് ഓൺലി വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ഹയർ അതോറിറ്റീസ്. ചില കേസുകളിൽ HM സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കുട്ടികൾക്ക് ടി സി കൊടുക്കാറില്ല. ചില പ്രത്യേക കേസുകളിൽ അവർക്ക് എന്ത് ചെയ്യണം, ഹയർ അതോറിറ്റി പറയും, അവർ പറഞ്ഞിട്ട് ടി സി കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഹയർ അതോറിറ്റിയുടെ എഡ്യൂക്കേഷൻ ഓഫീസറുടെയോ അല്ലെങ്കിൽ ഡയറക്ടറുടെയോ ഒക്കെ പ്രത്യേക സാങ്ഷനോട് കൂടിയായിരിക്കും അത്തരം കേസുകളിൽ ടി സി ഇഷ്യൂ ചെയ്യുന്നത്. റൂൾ നമ്പർ 19 അഡ്മിഷൻ ഓഫ് പീപ്പിൾസ് വിത്ത് ടി സി ഇസ് ഇഷ്യൂഡ് വിത്ത് സാങ്ഷൻ ഓഫ് കോമ്പിറ്റൻറ്റ് അതോറിറ്റി. അപ്പോൾ ചില കേസുകളിൽ ഈ അതോറിറ്റിയുടെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ടറെയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫീസറുടെയോ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് ടി സി ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ സച്ച് കേസസ് ഹി മേ ബി അഡ്മിറ്റഡ് ടു എനി സ്കൂൾ വിതൗട്ട് എനി അതർ സാങ്ഷൻസ്. അപ്പോൾ ഒരു ഉത്തരവ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഉത്തരവുകളോ ഒന്നുമില്ലാതെ ആ കുട്ടികൾക്ക് മറ്റൊരു സ്കൂളിൽ പോയി ചേരാവുന്നതാണ്. വിത്തിൻ 2 months ഓഫ് ദ ഇഷ്യൂ ഓഫ് ടി സി. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ 2 മാസത്തിനാകുകയാണെങ്കിൽ അപ്പോൾ അവന് ഒരു സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി ഈ കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ, സാങ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു സ്കൂളിൽ ചേരാവുന്നതാണ്. പക്ഷേ അതേസമയം തന്നെ ബട്ട് ആഫ്റ്റർ 2 months സെപ്പറേറ്റ് സാങ്ഷൻ ഈസ് റിക്വയർഡ്. അപ്പോൾ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾ പിന്നെ വീണ്ടും വേറൊരു ഉത്തരവ് കോമ്പിറ്റൻ്റ് അതോറിറ്റി വാങ്ങിയാൽ മാത്രമാണ് അയാൾക്ക് മറ്റൊരു സ്കൂളിൽ ചേരാൻ കഴിയത്തുള്ളൂ. When a TC is issued with the sanction of the educational officer or director, the number and date of sanction shall be entered in the TC over the signature of the headmaster. അപ്പോൾ ഒരു പ്രത്യേക ഉത്തരവിൻ്റെ ഡയറക്ടറെയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫീസറുടെയോ പ്രത്യേക സാങ്ഷനോട് കൂടിയാണ് ടി സി ഇഷ്യൂ ചെയ്യണമെങ്കിൽ അപ്പോൾ ആ സാങ്ഷൻ്റെ നമ്പറും അതിൻ്റെ ഡേറ്റും എന്ത് ചെയ്യണം, ഹെഡ് മാസ്റ്ററുടെ സിഗ്നേച്ചറിൻ്റെ തൊട്ട് മുകളിലായിട്ട് അത് രേഖപ്പെടുത്തേണ്ടതാണ്. റൂൾ നമ്പർ 20 ഡിലേ ഓർ റിഫ്യൂസൽ ടു ഇഷ്യൂ ഓഫ് ടി സി. If the HM delay or refuse to give a TC, parent shall have the right to appeal to educational officer. ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ രക്ഷിതാക്കൾ ടി സിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, പക്ഷേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അത് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ വല്ലാതെ വൈകിപ്പിക്കുന്നു. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ രക്ഷിതാക്കൾക്ക് എഡ്യൂക്കേഷണൽ ഓഫീസറുടെ അടുത്ത് പരാതിപ്പെടാമോ. The decision of the officer is final unless he thinks it necessary to refer to the higher authorities. അപ്പോൾ ആ എഡ്യൂക്കേഷണൽ ഓഫീസറാണ് അതിനകത്ത് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ഇനി ചില ക്രൂഷ്യൽ സിറ്റുവേഷൻസിൽ അദ്ദേഹം തീരുമാനം എടുക്കാതെ അത് വീണ്ടും ഹയർ അതോറിറ്റിയിലേക്ക് റെഫർ ചെയ്യും.
Rule 21, grouping of schools within a particular area to avoid unnecessary transfers of pupils between nearby schools by the director. ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ എപ്പോഴും ഒരു ഏരിയയിലുള്ള സ്കൂളുകളെ ഒരു ഗ്രൂപ്പാക്കി തിരിക്കും. ഇപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ 10 സ്കൂളുകളുണ്ടെങ്കിൽ ആ 10 സ്കൂളുകളെ ചേർത്ത് ഒറ്റ ഗ്രൂപ്പാക്കും. ആ സ്കൂളുകളുടെ ഇടയ്ക്കുള്ള ട്രാൻസ്ഫേഴ്സ് അനുവദിക്കത്തില്ല. അപ്പോൾ കുട്ടികൾ വെറുതെ ഈ തൊട്ടടുത്തുള്ള സ്കൂളിൽ നിന്ന് തൊട്ടടുത്തുള്ള മറ്റൊരു സ്കൂളിലേക്ക് ടി സി വാങ്ങി വെറുതെ അൺനെസസറി ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ അൺനെസസറി ട്രാൻസ്ഫേഴ്സ് ഉണ്ടാക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഡയറക്ടർ ഇപ്പോൾ ഒരു ലൊക്കാലിറ്റിയിലെ സ്കൂളുകളെല്ലാം ചേർത്ത് ഒരു ഗ്രൂപ്പാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പിനിടയ്ക്ക് ഇപ്പോൾ തൊട്ടടുത്തുള്ള സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ടി സിക്ക് ചെന്ന് കഴിഞ്ഞാൽ ടി സി ലഭിക്കത്തില്ല എന്നർത്ഥം. ദീസ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫേഴ്സ് ആർ അലൗഡ് ഓൺലി വിത്ത് ദ സാങ്ഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഓഫീസർ. അപ്പോൾ ഇങ്ങനെ നിയമം ഉണ്ടെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അത് അനുവദിക്കാറുണ്ട്. അപ്പോൾ അതിന് കൺസേൺഡ് എഡ്യൂക്കേഷൻ ഓഫീസറുടെ സാങ്ഷൻ വാങ്ങേണ്ടതാണ്. റൂൾ 22, ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്സ്. ഇനി ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു കുട്ടിക്ക് കൊടുത്ത ടി സി നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കും. ഇൻ കേസ് ഓഫ് ലോസ് ഓർ ഡാമേജ് ടു ടി സി, ഡ്യൂപ്ലിക്കേറ്റ്സ് മേ ബി ഇഷ്യൂഡ് ബൈ HM ഓൺ പേയ്മെൻറ്റ് ഓഫ് എ ഫീ ഓഫ് ₹1. അപ്പോൾ അതിന് കുട്ടി ₹1 ഫീസ് അടയ്ക്കേണ്ടതാണ്. അലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ ദർ ഷാൽ ബി ₹1 ചെലാൻ ആൻഡ് എ സർട്ടിഫിക്കറ്റ് ഫ്രം എ ഗസറ്റഡ് ഓഫീസർ. ഫീസ് മാത്രം അടച്ചാൽ പോരാ, ആപ്ലിക്കേഷനോടൊപ്പം അത് ട്രഷറിയിൽ അടച്ചതിൻ്റെ ചെലാൻ വയ്ക്കണം. അതുപോലൊപ്പം തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഫ്രം എ ഗസറ്റഡ് ഓഫീസർ, അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തണം ഈ കുട്ടിയുടെ ടി സി ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയതാണ്. ഓർ ദ പ്രസിഡൻറ്റ് ഓഫ് ലോക്കൽ അതോറിറ്റി, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ MP ഓർ MLA പോയിൻറ്റിംഗ് ഔട്ട് ദാറ്റ് ദ ഒറിജിനൽ ഈസ് ഇറക്കവറബിളി ലോസ്റ്റ് ഓർ ഡാമേജ്ഡ്. കുട്ടിക്ക് തിരികെ ലഭിക്കാത്തവണ്ണം ടി സി നശിച്ചുപോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് സാക്ഷ്യപ്പെടുത്താൽ മാത്രമാണ് ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് ഷുഡ് ബി ക്ലിയർലി മാർക്ക്ഡ് ആസ് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ടി സിയിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ. 22A, issue of certificate of school education. A certificate in the prescribed form may be issued by the headmaster of the school to any people who left the school before appearing for the SSLC examination. ചില കുട്ടികളുടെ ഇടയ്ക്ക് പഠിപ്പ് നിർത്തിപ്പോകും. അപ്പോൾ അവർ പിന്നീട് എന്തെങ്കിലും പല ആവശ്യങ്ങൾക്ക് വേണ്ടി സ്കൂൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി വരും. ഞാൻ ഈ സ്കൂളിൽ ഇപ്പോൾ 9ാം ക്ലാസ് വരെയോ അല്ലെങ്കിൽ 8ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്നും പറഞ്ഞു വരും. അപ്പോൾ അതിന് ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഈ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് HM ഇഷ്യൂ ചെയ്യും. This certificate shall be issued only on application and on remittance of a fee of ₹10 to government treasury. അപ്പോൾ അത്തരം സർട്ടിഫിക്കറ്റിന് ഒരു ₹10 ഗവൺമെൻറ് ട്രഷറിയിൽ അതിൻ്റെ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഡോട്ടേഴ്സ് ഓഫ് വിഡോസ് നീഡ് നോട്ട് പേ ദിസ് ഫീ ഫോർ ദ സർട്ടിഫിക്കറ്റ്. ഈ വിധവകളുടെ മക്കളാണ് ഈ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ഫീയിൽ നിന്ന് എക്സംഷൻ ഉണ്ട്, അവർ ഫീ അടയ്ക്കേണ്ടതില്ല. ഇഫ് ഇറ്റ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് അലോങ് വിത്ത് ആപ്ലിക്കേഷൻ ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ദെയർ മാരേജ്, അവരുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായത്തിന്, കല്യാണത്തിൻ്റെ സാമ്പത്തിക സഹായത്തിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റാണ് ഈ കുട്ടികളെ ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ദ ഹെഡ് മാസ്റ്റർ ഷാൽ മെൻഷൻ ഇൻ സച്ച് സർട്ടിഫിക്കറ്റ്സ് ദാറ്റ് ദ സെയിം ഈസ് ഇഷ്യൂഡ് ഫോർ ദ പർപ്പസ് ഓഫ് അപ്ലൈയിങ് ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ മാരേജ്. അപ്പോൾ അത്തരം കുട്ടികൾ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി വരുമ്പോൾ ഹെഡ് മാസ്റ്റർ അതിൽ രേഖപ്പെടുത്തും ഇത് ഇങ്ങനെ കല്യാണത്തിനുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്ന് രേഖപ്പെടുത്തിയിട്ടാണ് ആ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത്. Rule 23, the maximum strength of a class division in standard 9 and 10 shall be 45, but excess admission up to 50 will be allowed. When there are more than 50 students, a second division may be opened. സ്ട്രെങ്ത്തിനെ കുറിച്ചാണ് പറയുന്നത്. 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും മാക്സിമം അലൗഡ് സ്ട്രെങ്ത് 45 ആണ്. ഒരു 5 കുട്ടികൾ വരെ എക്സസ് ആയിട്ട് അതിനകത്ത് അങ്ങനെ അഡ്മിഷൻ കൊടുക്കാറുണ്ട്, അലൗ ചെയ്യാറുണ്ട്. ഇനി 50 കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് ഡിവിഷൻ, അടുത്ത ഡിവിഷൻ്റെ ഒരു സംഭവമാണത്. അപ്പോൾ അങ്ങനെ when the strength exceeds 95, a third division and so on. 50 കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഡിവിഷൻ അനുവദിക്കാം, പിന്നെ 95 കഴിയുമ്പോൾ തേർഡ് വരുന്നത്. അതങ്ങനെ പോകും. ഈ കുട്ടികളുടെ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിലൊക്കെ കാലാകാലങ്ങളിൽ വളരെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. ഇനി ഈ സെഗ്മെൻറ്റിൽ ചാപ്റ്റർ 6 നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അതിലൊരു ചോദ്യം, ദ പ്രീവിയസ് സാങ്ഷൻ ഓഫ് ദ ഡാഷ് ഷാൽ ബി ഒബ്റ്റെയിൻഡ് ഫോർ റീ അഡ്മിഷൻ ആഫ്റ്റർ ദ നെക്സ്റ്റ് സ്കൂൾ ഇയർ. ഓപ്ഷൻ C ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, എഡ്യൂക്കേഷണൽ ഓഫീസർ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ എഡ്യൂക്കേഷണൽ ഓഫീസറുടെ സാങ്ഷൻ ആവശ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ദ അതോറിറ്റി ഫോർ ഇഷ്യൂ ഓഫ് TC ഓഫ് എ സ്റ്റുഡൻറ്റ് റിമൂവ്ഡ് ഫ്രം ദ റോൾ ഈസ്. അതായത് റോളിൽ നിന്ന് നീക്കം ചെയ്ത കുട്ടിക്ക് TC ആരാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? ഓപ്ഷൻ B ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, ഹെഡ് മാസ്റ്റർ.
മൂന്നാമത്തെ ചോദ്യം ഡാഷ് നീഡ് നോട്ട് പേ ദ പ്രിസ്ക്രൈബ്ഡ് ഫീ ഫോർ ദ സർട്ടിഫിക്കറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആസ് പെർ റൂൾ 22A ഓഫ് ചാപ്റ്റർ 6. ചാപ്റ്റർ 6-ലെ റൂൾ 22A പ്രകാരം സ്കൂൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഫീസ് അടയ്ക്കേണ്ടാത്തവർ, ഡോട്ടേഴ്സ് ഓഫ് വിഡോസ്, വിധവകളായ സ്ത്രീകളുടെ മക്കൾക്ക് ഈ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. നാലാമത്തെ ചോദ്യം ആസ് പെർ റൂൾ 23 ചാപ്റ്റർ 6KR ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് എ ക്ലാസ് ഡിവിഷൻ ഈസ്. ഒരു ക്ലാസ്സിലെ മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 45 ആണ് എൻ്റെ മാക്സിമം സ്ട്രെങ്ത് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം ദ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഓഫ് എ പീപ്പിൾ ഹൂസ് ഗാർഡിയൻ ആർ ഒബ്ലീഗ് ടു ചേഞ്ച് ദ പ്ലേസ് ഓഫ് റെസിഡൻസ് മേ ബി ഇഷ്യൂഡ് ബൈ HM. അതായത് കുട്ടിയുടെ രക്ഷിതാവ് അയാളുടെ താമസ സ്ഥലം മാറുന്നതുമായി ബന്ധപ്പെട്ട് TCക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് എനി ടൈം ഓഫ് ദ ഇയർ, അക്കാഡമിക് ഇയറിൻ്റെ ഏത് സമയത്തും HMന് TC ഇഷ്യൂ ചെയ്യാം. അതിനൊരു പ്രത്യേക സമയമില്ല, രക്ഷിതാവ് താമസം മാറുന്നുകൊണ്ടാണെങ്കിൽ. ആറാമത്തെ ചോദ്യം ഫോം പ്രിസ്ക്രൈബ്ഡ് ഫോർ ലീവിംഗ് സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് ടു ഓവർ ഏജ്ഡ് പീപ്പിൾസ് റിമൂവ്ഡ് ഫ്രം ദ റോൾസ് ഓഫ് സ്കൂൾ. ഓവർ ഏജ്ഡ് കുട്ടികളെ റോളിൽ നിന്ന് നീക്കം ചെയ്തിട്ട് അവർക്ക് ഉള്ള പ്രിസ്ക്രൈബ്ഡ് ഫോം ഫോർ ലീവിംഗ് സർട്ടിഫിക്കറ്റ്സ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. അത്തരം കുട്ടികൾക്ക് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്സ് HMന് ഇഷ്യൂ ചെയ്യാം. അത് ഫോം 5A കൊടുക്കുന്നത്. ഈ ഫോം ശ്രദ്ധിക്കണം, ഒത്തിരി വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്നുണ്ട്. ഏഴാമത്തെ ചോദ്യം ദ അതോറിറ്റി ഫോർ ഗ്രാൻഡിങ് എക്സംപ്ഷൻ ടു സ്കൂൾസ് ഫ്രം ദ കണ്ടീഷൻ ദാറ്റ് ഓൾ പ്രൈമറി സ്കൂൾസ് ഷാൽ ബി മിക്സ്ഡ് സ്കൂൾസ് ഈസ്. അത് ഗ്രാൻഡ് ചെയ്യേണ്ടത്, എക്സംപ്ഷൻസ് ഗ്രാൻഡ് ചെയ്യേണ്ടത് ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. എട്ടാമത്തെ ചോദ്യം ദ അതോറിറ്റി ടു അലൗ പെർമിഷൻ ഫോർ അഡ്മിഷൻ ഓഫ് എ പീപ്പിൾ ഹു ഹാസ് ബീൻ വൺസ് ഡിസ്മിസ്ഡ് ഫ്രം എ സ്കൂൾ ഈസ്. അത് DGക്ക് മാത്രമാണ് പറ്റുക, ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത ഒരു കുട്ടിയെ വീണ്ടും അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ആ പെർമിഷൻ അലൗ ചെയ്യുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഒൻപതാമത്തെ ചോദ്യം ഡാഷ് ഷാൽ ബി ഡീംഡ് ടു ബി മിക്സ്ഡ് സ്കൂൾസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓൾ LP ആൻഡ് UP സ്കൂൾസ് ഷാൽ ബി ഡീംഡ് ടു ബി മിക്സ്ഡ് സ്കൂൾസ്. ഇങ്ങനെ 9 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ സെഗ്മെൻറ്റിൽ നമ്മൾ കണ്ടത്. ഇതോടെ നമ്മുടെ ചാപ്റ്റർ 6 ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ KERൻ്റെ ക്ലാസ്സുകൾ തുടരും. അപ്പോൾ വീഡിയോയ്ക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.